നമസ്കാരം. തിരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ ജീവിതവും അവിടെ തന്നെയുണ്ടാകും. അപ്പോ കാഞ്ഞങ്ങാട്ടെ ജനവിധി എന്ന് പറയുന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പ് കണക്കല്ല, അത് ശരിയായ ഭരണത്തിനു വേണ്ടിയുള്ള ഒരു രൂപരേഖയാണ്. നമ്മളിവിടെ ശ്രമിക്കുന്നത് ആ രൂപരേഖ കൃത്യമായി വായിച്ചെടുക്കാനാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ, അതാണ് കാഞ്ഞങ്ങാട്. ഈ മണ്ഡലത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ മണ്ണിനെയും ഇവിടുത്തെ മനുഷ്യരെയും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ലളിതമായ തത്വമുണ്ട്: ജനങ്ങളെ സേവിക്കണമെങ്കിൽ ആദ്യം അവരെ മനസ്സിലാക്കണം. അവരുടെ ജീവിതം, അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രതീക്ഷകൾ, ഇതിനെയെല്ലാം കുറിച്ച് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് ശരിയായ ഭരണം തുടങ്ങുന്നത്. അതാണ് നമ്മുടെ ഈ വിശകലനത്തിന്റെ അടിത്തറ. അപ്പോ നമ്മൾ ഈ വിശകലനത്തിലൂടെ കടന്നുപോകുമ്പോൾ 6 പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. എന്താണ് ഭരണത്തിനുള്ള ജനവിധി? കാഞ്ഞങ്ങാടിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഡേറ്റ നൽകുന്ന സൂചനകൾ, ജനവിധിയുടെ ഉള്ളറകൾ, പിന്നെ ഇതിൽ നിന്നെല്ലാം ഒരു സേവനത്തിനുള്ള രൂപരേഖ, അവസാനം വിശ്വാസത്തിലേക്കുള്ള വഴി. നമുക്ക് കാഞ്ഞങ്ങാടിനെ അടുത്തറിയാം. ശരിക്കും അവിടുത്തെ മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം കടൽത്തീരവും ഇടനാടും മലയോരവും ചേർന്ന ഒരു ഭൂപ്രകൃതിയാണ് കാഞ്ഞങ്ങാടിന്റേത്. ഓരോ പ്രദേശത്തും ജീവിക്കുന്നവരുടെ ജീവിതവും പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാണ്. അപ്പോ നോക്കൂ, 3 തരം പ്രദേശങ്ങളാണിവിടെയുള്ളത്. കാഞ്ഞങ്ങാട് നഗരവും അജാനൂരുമൊക്കെ തീരദേശ മേഖലയിലാണ്. ബളാൽ, മടിക്കൈ പോലുള്ളവ ഇടനാട്ടിലും, പിന്നെ കിനാനൂർ, കരിന്തളം, പനത്തടി തുടങ്ങിയവ മലയോര മേഖലയിലുമാണ്. ഈ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം അവരുടെ ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഈ വ്യത്യാസം സ്വാഭാവികമായും അവരുടെ പ്രശ്നങ്ങളിലും കാണാം. തീരദേശത്തുള്ളവർക്ക് പ്രധാനമായും പറയാനുള്ളത് കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും അഴുക്കുചാൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിനെക്കുറിച്ചുമൊക്കെയാണ്. എന്നാൽ മലയോരത്തേക്ക് ചെന്നാൽ സംസാരം മാറും. അവിടെ വന്യജീവി ആക്രമണമാണ് പ്രധാന വില്ലൻ. ഒപ്പം ഇന്റർനെറ്റും ആശുപത്രി സൗകര്യങ്ങളും കുറവാണെന്ന പരാതിയുമുണ്ട്. ഇനി ഞാനൊരു കണക്ക് പറയാം. 77.7%, 77.7%. എന്താണിതെന്നല്ലേ? ഇത് കാഞ്ഞങ്ങാട് ബ്ലോക്കിലെ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നതിന്റെ നിരക്കാണ്. അതായത് ഈ പ്രദേശം ജലക്ഷാമത്തിന്റെ കാര്യത്തിൽ സെമി ക്രിട്ടിക്കൽ ഘട്ടത്തിലാണെന്ന് സാരം. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോ ഈയൊരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് നമുക്ക് നേരെ കണക്കുകളിലേക്ക് വരാം. സംഖ്യകൾക്ക് ചിലപ്പോൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. കാഞ്ഞങ്ങാട്ടെ ജനവിധിയിലെ അസൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടുത്തെ സാമൂഹിക ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ജനസംഖ്യയിൽ ഏകദേശം 65% ഹിന്ദുക്കളും 33% മുസ്ലിങ്ങളുമാണ്. ഈയൊരു ഡെമോഗ്രാഫി മനസ്സിലാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അത്യാവശ്യമാണ്. 2021 തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ ഒറ്റനോട്ടത്തിൽ LDFന് നല്ല ഭൂരിപക്ഷം കാണാം, ഏകദേശം 50%-ന് മുകളിൽ. പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ നോക്കണം. UDFന് ശക്തമായൊരു വോട്ട് ബേസ് ഇവിടെയുണ്ട്. അതോടൊപ്പം NDAയുടെ വോട്ട് വിഹിതം പതിയെ വളരുന്നതായും കാണാം. എന്നാൽ ഇതിനിടയിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഖ്യയുണ്ട്: വോട്ടിംഗ് ശതമാനത്തിലെ ഇടിവ്. 2016-നെ അപേക്ഷിച്ച് 2021 ഏകദേശം 2.5% കുറവ്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരുന്നത്? ഇതൊരുതരം നിരാശയുടെ സൂചനയാണോ? നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ കാണുന്ന ഓരോ ഡേറ്റാ പോയിന്റിന് പിന്നിലും ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട്, അവരുടെ കഥയുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയുടെ അന്തസ്സ്, അറിവോടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിന്റെ ഉത്തരവാദിത്തം, ഇതെല്ലാം നമ്മളെപ്പോഴും ഓർക്കണം. ഓക്കെ, അപ്പോൾ കണക്കുകള് നമ്മൾ കണ്ടു. ഇനി അതിന്റെ പിന്നിലെ കാരണങ്ങളിലേക്ക്, ആഴത്തിലുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോവാം. എന്തൊക്കെ ഘടനാപരമായ കാര്യങ്ങളാണ് ഈ ജനവിധിയെ സ്വാധീനിച്ചതെന്ന് പരിശോധിക്കാം. ഒരു സാധാരണ വോട്ടറുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ എന്തൊക്കെയാണ് അവരെ അലട്ടുന്നത്? 1. തീർച്ചയായും വിലക്കയറ്റം. പിന്നെ ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ. ക്ഷേമപദ്ധതികൾ മാത്രം പോരാ, നല്ല ജോലിയും അടിസ്ഥാന സൗകര്യങ്ങളും വേണം എന്ന ആവശ്യം ശക്തമാവുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണം. നമുക്ക് നിലവിലെ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്താം. ഒരു വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിചയസമ്പന്നനായ നേതാവ്, ശക്തമായ പാർട്ടി സംവിധാനം, ഇതൊക്കെയാണ് ശക്തി. എന്നാൽ പ്രായം, കാര്യമായ വികസനം കാണാനില്ല എന്ന തോന്നൽ, ഇതൊക്കെയൊരു ബലഹീനതയാണ്. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരവും BJPയുടെ വളർച്ചയും വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി
എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് നോക്കാം. ഈ ഡാറ്റയെല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണരൂപരേഖ എങ്ങനെ തയ്യാറാക്കാം, അതാണ് അടുത്ത വിഷയം. പക്ഷേ ഈ രൂപരേഖ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അടിസ്ഥാന തത്വം മറക്കരുത്. നമ്മൾ ജനങ്ങളിലേക്ക് ഏത് രീതിയിൽ എത്തുമ്പോഴും അവരുടെ സ്വകാര്യതയെ പൂർണ്ണമായി മാനിക്കണം. എല്ലാത്തിനും അവരുടെ സമ്മതം വാങ്ങിയിരിക്കണം. കാരണം ഇതിലാണ് വിശ്വാസം പടുത്തുയർത്തുന്നത്. ആ വിശ്വാസമാണ് നല്ല ഭരണത്തിന്റെ അടിത്തറ. അപ്പോ ഇതിനായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു തന്ത്രമുണ്ട്. അതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. 4 പ്രധാന തൂണുകളിലാണ് ഇത് നിൽക്കുന്നത്. 1. നിലവിലെ ഭരണത്തിലെ വീഴ്ചകൾ കൃത്യമായി തുറന്നുകാട്ടുക. 2. സമൂഹത്തിൽ സമാധാനവും സൗഹാർദ്ദവും ഉറപ്പാക്കുമെന്ന് ഉറപ്പു നൽകുക. 3. ഭാവിയുള്ള സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുക. 4. കർഷകർക്കും സ്ത്രീകൾക്കും സാധാരണക്കാർക്കും ഒരു സുരക്ഷാവലയം വാഗ്ദാനം ചെയ്യുക. ഓരോ വിഭാഗം ജനങ്ങളോടും സംസാരിക്കേണ്ടത് അവരുടേതായ രീതിയിലാണ്. അല്ലാതെ എല്ലാവർക്കും ഒരേ സന്ദേശം നൽകിയിട്ട് കാര്യമില്ല. യുവാക്കളോട് സംസാരിക്കാൻ സോഷ്യൽ മീഡിയയും തൊഴിൽമേളകളും ഉപയോഗിക്കാം. സ്ത്രീകളിലേക്കെത്താൻ കുടുംബശ്രീ പോലുള്ള ശൃംഖലകൾ പ്രയോജനപ്പെടുത്താം. കർഷകരുമായി സംസാരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ യോഗങ്ങൾ ചേരണം. അതുപോലെ സാമൂഹിക സംഘടനകളുമായും പ്രവാസി സംഘടനകളുമായും നിരന്തരം ബന്ധപ്പെടണം. ഇവിടെയാണ് ഏറ്റവും പ്രധാനം. ഒരു രൂപരേഖ കടലാസിൽ ഒതുങ്ങിയിട്ട് കാര്യമില്ല. അത് പ്രവൃത്തിയിലേക്ക് വരണം. വാഗ്ദാനങ്ങൾ തെളിവുകളായി മാറണം. അതാണ് വിശ്വാസത്തിലേക്കുള്ള ഒരേ ഒരു വഴി. ഈ രൂപരേഖയുടെ യഥാർത്ഥ ലക്ഷ്യം തിരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതിലുപരി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നതാണ്. ഇതിനെല്ലാം ഒരു പ്രായോഗിക രൂപം നൽകാൻ അടുത്ത 30 ദിവസത്തേക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നോക്കാം. സ്ഥാനാർത്ഥിയെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുക. എല്ലാ ബൂത്തുകളിലും സർവേ നടത്തുക. ജലം, തൊഴില്, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം തുടങ്ങുക. വോളണ്ടിയർമാർക്ക് കൃത്യമായ പരിശീലനം നൽകുക. ഇങ്ങനെ വ്യക്തമായ പ്ലാനോടുകൂടി മുന്നോട്ടു പോകണം. ഈ മുഴുവൻ വിശകലനത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാന പാഠമുണ്ട്. വെറുതെ സൗജന്യങ്ങൾ നൽകുന്ന കാലം കഴിഞ്ഞു. ആളുകൾക്കത് മടുത്തു തുടങ്ങി. അവർക്ക് വേണ്ടത് കൺമുന്നിൽ കാണാൻ പറ്റുന്ന വികസനമാണ്. നല്ലൊരു ജോലിയാണ്. പഴയ രാഷ്ട്രീയ ശൈലികൾക്ക് ഇനി വലിയ പ്രസക്തിയുണ്ടാവില്ല. അപ്പോ ഡാറ്റ നമുക്കൊരു വഴി കാണിച്ചു തരുന്നു, ഒരു മാപ്പ് പോലെ. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് ശരിയായ നേതൃത്വമാണ്. അപ്പോ യഥാർത്ഥ ചോദ്യം ഇതാണ്: തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ശബ്ദങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ഭരണം തുടങ്ങാൻ ആരാണ് തയ്യാറുള്ളത്?